വെൽക്കം ബാക്ക് ടു നിനീസ് ടെയിൽസ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ സൗദിയിൽ വന്നിട്ട് ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോസ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തോട്ട് ജസ്റ്റ് സാധനം വാങ്ങിക്കാനായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളിവിടെ കുക്കിംഗ് ആണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുവാണ്. ലൈറ്റായിട്ട് വല്ല ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ ഇന്ന് പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കൊണ്ട് കുറേ ദൂരത്തോട്ടൊന്നും പോകത്തില്ല, പക്ഷേ നമ്മൾ അല്ലാണ്ട് ക്യാബ് വിളിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ദൂരത്തോട്ടൊക്കെ പോകാം. അതല്ലാണ്ട് നമ്മളിപ്പോൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ പോയിട്ട് വരാൻ പറ്റുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. എങ്ങനെയാണ് ഇവിടുത്തെ സൗദി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ദേ പതിവ് പോലെ തന്നെ ഞാനും മേരിയും ജോബിയും കൂടിയിട്ടാണ് ദേ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദോശ കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ദോശക്കട എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. എനിക്ക് പിന്നെ അറിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. പിന്നെ മേരിയുടെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മേരിക്കും വലിയ ഐഡിയ ഇല്ലെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. മേരി ആരെയൊക്കെ വിളിച്ചിട്ട് എവിടെയാണ് ദോശക്കട എവിടെയാണ് എന്നിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ പിള്ളേരൊക്കെ കുറേ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് കല്ലേറ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ സൂക്ഷിച്ചൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ഒരു രക്ഷയുമില്ലെന്നായപ്പോഴത്തേക്കും മേരി കടയിലുള്ള ചേട്ടന്മാരോടൊക്കെ വഴി തിരക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ജോബിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ജോബി ഞാനും ഏകദേശം ഒരേ സമയത്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇങ്ങോട്ട് പോകണമെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് തോന്നുന്ന വഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഒരു പാലസ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, രാത്രി ആയതുകൊണ്ട്. അത് നൈറ്റ് ടൈമിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഏത് പാലസ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് ഇബ്രാഹിം പാലസ് ആണെന്നാണ്. പക്ഷെ ഇപ്പം ഇതൊരു മ്യൂസിയം ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഇബ്രാഹിം പാലസ് തന്നെയാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഒരു ബലമായ സംശയം, വിശ്വാസം ഇത് ഇബ്രാഹിം പാലസ് ആണെന്നാണ്. പിന്നെ അതേ പാലസിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ ഇപ്പോൾ എൻട്രി ടൈം ആയിരുന്നു. അവിടെ മ്യൂസിയം തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പോവാം. അപ്പോൾ ഫ്രീ ആയിട്ടും ഇതേപോലെ റംസാൻ്റെ ടൈമിലൊക്കെ ഫ്രീ ആയിട്ട് എൻട്രി കൊടുക്കും. അതല്ലാണ്ട് പിന്നെ നമ്മൾ ഈ പറയണ പോലെ പൈസ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കയറി കാണാം കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് ഞാനിപ്പോൾ കാണിച്ച സ്ഥലത്തല്ല, ഇത് കറങ്ങി ഇതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലണം. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് കൂടി നടന്നു. ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റെസ്റ്റോറൻറ്റ് ആ വഴിയിൽ കൂടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ വഴി കൂടി തന്നെ പോയി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ നമുക്ക് കയറാൻ എങ്ങനെയൊക്കെയാണ്, ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് വെറുതെ തിരക്കിയായിരുന്നേ. നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത് അന്ന് ഓൾറെഡി എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചെന്ന സമയത്തേക്ക് എൻട്രി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം കേട്ടോ. ബുക്ക് ചെയ്തിട്ട് അവിടെ അതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കയറാം. പിന്നെ നമ്മൾ അധികം അവിടെ നിന്നില്ല, കാരണം നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദോശ കഴിക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഞങ്ങൾ ചെന്നെത്തിയത് താജിലാണ്. പിന്നെ ഞാൻ താജിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഞാൻ എവിടെ ചെന്നാലും ഒരു താജ് ഹോട്ടൽ ഉണ്ടാവുമല്ലോ എന്ന്. കാരണം ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തും 2 താജ് ഹോട്ടൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താജിനൊരു പ്രധാന പങ്ക് ജീവിതത്തിൽ വരുന്നു എങ്ങനെയൊക്കെയോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും മേരിയും കൂടി ഇരുന്നത് ജോബിനെ ട്രോളുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ മുഖ്യനാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. പിന്നെ ഫുഡ് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേരി കുക്കുംബറൊക്കെ കഴിച്ച് വിശപ്പ് മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കമ്പനി കൊടുക്കണമല്ലോ. അങ്ങനെ ഞാനിതേ ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദോശയാണ് ഞങ്ങളുടെ മനസ്സിലെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചത് കൊത്തു പൊറോട്ടയായിരുന്നേ. അങ്ങനെ മേരി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും കൊത്തു പൊറോട്ടയൊക്കെ പാത്രത്തിൽ വിളമ്പി കൊടുത്തത്. ഇത് അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള കൊത്തു പൊറോട്ടയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് നാവിലെ രുചിയൊക്കെ ഇപ്പോൾ പോയി കിടക്കുവാണല്ലോ. നല്ല ചൂടായിട്ട് ആവി പറക്കുന്ന നല്ല കൊത്തു പൊറോട്ടയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കൊത്തു പൊറോട്ട കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ആഗ്രഹം, നമ്മൾ ദോശ കഴിക്കാനാണല്ലോ വന്നത്. അങ്ങനെ പിന്നെ ഒരു പനീർ ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പനീർ ദോശ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പനീർ ദോശയും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ
കിട്ടിയ കറി നല്ലതായിരുന്നു കേട്ടോ. ഗ്രേവി ഉണ്ടാവൂലേ, ആ കറി നല്ലതായിരുന്നേ. അങ്ങനെ അതേ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ചായയും പിന്നെ ഒരു ദോശയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കറി കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദോശയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഫുൾ ഫിനിഷായി. പിന്നെ നമുക്കിപ്പോൾ ആകപ്പാട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. പിന്നെ നേരെ വന്ന വഴിയിൽ കൂടി തന്നെ തിരിച്ചങ്ങോട്ടേക്ക് നടന്നേ. പിന്നെ ഇതേ പോകുന്ന വഴിയിൽ നമ്മുടെ പാലസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ മൂൺ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇതേ കുറച്ച് ഫോട്ടോ എടുത്തു, നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഔട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതേ നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ള. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.